നമസ്കാരം. വിജയ് പണി തുടങ്ങി. തമിഴ്നാട് സിനിമാ മേഖലയെ കൂടെ നിർത്തുകയാണ് ലക്ഷ്യം. തന്റെ വരവ് ചിലർക്ക് അസ്വസ്ഥതയുണ്ടാക്കിയിട്ടെന്നും വിജയ് പറയുന്നു. നുണകൾ പറയുന്നത് കേട്ട് ജനം ഇനി വോട്ട് ചെയ്യില്ലെന്ന് അവർക്ക് മനസ്സിലായി. ബൂത്ത് തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഹാബലിപുരത്തെ സമ്മേളന വേദിയിൽ വിജയ്ക്കൊപ്പം തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞന്മാർ പ്രശാന്ത് കിഷോറും പങ്കെടുത്തു. തമിഴ്നാടിന്റെ പ്രതീക്ഷയാണ് വിജയ് എന്ന് പ്രശാന്ത് കിഷോർ വ്യക്തമാക്കി. രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറം വിജയ് ഒരു സുഹൃത്താണ്. ടിവിക്ക് അടുത്ത വർഷം അധികാരത്തിലെത്തുമ്പോൾ നന്ദി പറയാൻ താൻ എത്തുമെന്നും പ്രശാന്ത് പറയുന്നുണ്ട്. BJPയിൽ നിന്ന് തന്നെ സിനിമാ നടിമാരെ വിജയ് രംഗത്തിറക്കിയിരിക്കുകയാണ്. ഇനി കൂടുതൽ മുൻനിര നായികമാർ ഒപ്പം വരാൻ തയ്യാറായിരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ BJPയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചാണ് കഴിഞ്ഞ ദിവസം നടി രഞ്ജന നാച്ചിയാർ വിജയുടെ തമിഴക വെട്രി കഴകത്തിൽ ചേർന്നത്. 8 വർഷത്തെ ബന്ധം അവസാനിപ്പിച്ചാണ് രഞ്ജന BJPയിൽ നിന്നും രാജിവെച്ചത്. ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനടക്കമുള്ള BJPയുടെ നയങ്ങളോടുള്ള വിയോജിപ്പാണ് രാജിയിലേക്ക് നയിച്ച കാരണം. TVKയുടെ 1ാം വാർഷികാഘോഷം നടന്ന സ്ഥലത്ത് എത്തിയാണ് രഞ്ജന പാർട്ടിയിൽ ചേരാനുള്ള സന്നദ്ധത അറിയിച്ചത്. വിജയിയെ അടുത്ത MGR എന്നാണ് രഞ്ജന വിശേഷിപ്പിച്ചത്. ദേശീയതയും ദ്രാവിഡ രാഷ്ട്രീയവും കൂട്ടിക്കലർത്തിയുള്ള വിജയുടെ രാഷ്ട്രീയത്തിൽ ആകൃഷ്ടയായിട്ടാണ് തീരുമാനമെന്നും രഞ്ജന പറഞ്ഞു. TVKയ്ക്കൊപ്പം തന്റെ രാഷ്ട്രീയ യാത്ര തുടരാനുള്ള ആഗ്രഹവും അവർ പ്രകടിപ്പിച്ചു. തമിഴ്നാടിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് വിജയ് എന്നും അവർ പറയുന്നുണ്ട്. തമിഴ്നാട് സംവിധായകൻ ബാലയുടെ സഹോദരന്റെ മകളാണ് രഞ്ജന. ത്രിഭാഷാ നയം നടപ്പാക്കുന്നത് ശരിയല്ലെന്നും BJPക്ക് ദ്രാവിഡരോട് വെറുപ്പാണെന്നും പാർട്ടി വിട്ടുകൊണ്ട് രഞ്ജന പ്രഖ്യാപിച്ചു. തമിഴ് സ്ത്രീ എന്ന നിലയിൽ ത്രിഭാഷാ നയം അടിച്ചേൽപ്പിക്കുന്നത് ദ്രാവിഡരോടുള്ള വിദ്വേഷം വളർത്തുന്നതും തമിഴ്നാടിന്റെ ആവശ്യങ്ങൾ അവഗണിക്കുന്നതും അംഗീകരിക്കാൻ കഴിയില്ലെന്നും രഞ്ജന രാജിക്കത്തിൽ പറയുന്നുണ്ട്. ഹിന്ദി ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇംഗ്ലീഷ്, ഹിന്ദി ഒരു ആധുനിക ഇന്ത്യൻ ഭാഷ, ഹിന്ദി സംസാരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഇംഗ്ലീഷ്, ഹിന്ദി ഒരു ഇന്ത്യൻ ഭാഷ എന്നിങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരുന്നതാണ് ത്രിഭാഷാ നയത്തിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ നയത്തിനെതിരെ തമിഴ്നാട്ടിലും തെലങ്കാനയിലുമടക്കം കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള BJP സർക്കാരിന്റെ ശ്രമത്തിനെതിരെ അടുത്ത ഭാഷാ യുദ്ധത്തിന് വരെ തയ്യാറാണെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. എല്ലാ കുട്ടികളും ഭാഷാ പണ്ഡിതന്മാരല്ല. കുട്ടികളെ മറ്റൊരു ഭാഷ പഠിക്കാൻ നിർബന്ധിക്കേണ്ടതില്ല എന്നും അതിന്റെ ആവശ്യമില്ലെന്നും പ്രഖ്യാപിച്ചതാണ് രഞ്ജന രാജിവെച്ചത്. BJP കലാ സാംസ്കാരിക വിഭാഗം മുൻ സംസ്ഥാന സെക്രട്ടറിയും നടിയുമായ രഞ്ജന പാർട്ടിയിൽ ചേർന്നത് TVKയ്ക്ക് നേട്ടമായി. തിരഞ്ഞെടുക്കപ്പെട്ട 2500 പാർട്ടി പ്രവർത്തകരാണ് സമ്മേളനത്തിനെത്തിയത്. അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.